വയനാട്ടിൽ വേണം അടിപ്പാത, വയനാട്ടിൽ വേണം അടിപ്പാത, അന്നേ തീരൂ ഈ സമരം. 3 പഞ്ചായത്തുകളുടെ അതിർത്തിയാണ് മയിലാട്ടി അങ്ങാടി. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളുമുള്ള ഈ നാടിപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുമെന്ന ദേശീയപാത നിർമ്മാണ കരാറുകാരുടെ വാദം പൊള്ളയായിരുന്നുവെന്ന് ഈ നാട്ടുകാർ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. പണി ഇത്ര പൂർത്തിയാകുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ പ്രശ്നം മനസ്സിലായത്. എങ്ങോട്ടും തിരിയാനുള്ള വഴിയില്ല എന്നുള്ളത് മനസ്സിലായതോടുകൂടിയാണ് ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സമരപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അധികൃതർക്ക് നിരവധി നിവേദനങ്ങളും പരാതികളും നൽകിയിട്ടും ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല. പലതവണയായി നൽകിയ ഉറപ്പുകളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഇതിൻ്റെ പണി നടക്കുന്ന ഘട്ടത്തിൽ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ബന്ധപ്പെട്ട ആളുകളെ അടക്കം സമീപിച്ച് ഈ പ്രശ്നം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവും എന്ന നിലയിലാണ് അറിയിച്ചത്. എന്നാൽ പിന്നീടാണ് പണി പുരോഗമിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ഈ വഴിയെല്ലാം അടഞ്ഞാൽ വല്ലാത്ത പ്രയാസമാവും, ഇത് ഒരു ഭാഗത്തുനിന്ന് അപ്പുറം കടക്കാനുള്ള വഴിയില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ അടിപ്പാത എന്ന ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ദേശീയപാത വികസനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിഷേധം തുടങ്ങിയിട്ടും ഈ നാടിനിപ്പോഴും നീതി ലഭിച്ചിട്ടില്ല. ഇവിടെ മാത്രമല്ല, കാസർഗോഡ് ജില്ലയിൽ മാത്രം നിലവിൽ 20ഓളം സമിതികളാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി സമരരംഗത്തുള്ളത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.